പത്മഭൂഷൺ മടവൂർ വാസുദേവൻ നായർ എന്ന കഥകളി ആചാര്യൻ്റെ പേരിൽ പകൽക്കുറി കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് പത്മഭൂഷൺ മടവൂർ വാസുദേവൻ നായർ സ്മാരക ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ്റെ എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ജയന്തി ദിനമായ ഏപ്രിൽ 7-ന് ഒരു പ്രഗത്ഭ കഥകളി നടന് നമ്മളൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിരുന്ന കഥകളി കലാകാരനായിരുന്നു പത്മഭൂഷൺ മടവൂർ വാസുദേവൻ നായർ. അദ്ദേഹം കഥകളി തെക്കൻ ചിട്ട അഥവാ കപ്ലിങ്ങാടൻ ശൈലിയുടെ പ്രയോക്താവും പ്രചാരകനും ആചാര്യനുമായിരുന്നു. കൂടാതെ അദ്ദേഹം ഏറ്റവും പ്രഗത്ഭനായിരുന്ന നാട്യാചാര്യനായിരുന്ന ഒരു ചെങ്ങന്നൂർ രാമപിള്ള ആശാൻ്റെ പ്രിയ ശിഷ്യനായിരുന്നു പത്മഭൂഷൺ മടവൂർ വാസുദേവൻ നായർ. അദ്ദേഹം മടവൂർ എന്ന് പറയുന്നത് മടവൂർ പഞ്ചായത്തിലാണ് ജനിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും വടക്കേറ്റത്തുള്ള പഞ്ചായത്തൊന്ന് മടവൂർ. അദ്ദേഹം നിരവധി വർഷം, ഏകദേശം 75 വർഷത്തോളം ഈ കഥകളി രംഗത്ത് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം വേദികളിൽ വിവിധ വേഷങ്ങൾ കെട്ടി ആടുന്നതോടൊപ്പം തന്നെ നിരവധി കുട്ടികളെ അഭ്യസിപ്പിച്ച് നൂറുകണക്കിന് കഥകളി വേഷക്കാരെ ഈ കേരളത്തിലെ കഥകളി കലാലോകത്തിന് സംഭാവന ചെയ്ത ആണ് മടവൂർ വാസുദേവൻ നായർ ആശാൻ. അദ്ദേഹം 68 മുതൽ 1977 വരെ കേരള കലാമണ്ഡലത്തിലെ തെക്കൻ കളരിയുടെ അധ്യക്ഷനായി. അതിനുശേഷം പകൽക്കുറിയിൽ പത്മശ്രീ ഗുരു ചെങ്ങന്നൂർ ആശാന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച കലാഭാരതി ഗുരു ചെങ്ങന്നൂർ കഥകളി അക്കാദമിയുടെ പ്രധാന അധ്യാപകനായും തുടർന്നു. 1977 മുതൽ അദ്ദേഹം മരണമടഞ്ഞ 6/8/2018 വരെ അദ്ദേഹം ആ കലാഭാരതിയുടെ പ്രഥമ അധ്യാപകനായി തുടരുകയും നൂറുകണക്കിന് കുട്ടികളെ പഠിപ്പിച്ച് കഥകളി കലാലോകത്തിന് സംഭാവന ചെയ്യുകയും ഉണ്ടായി. അദ്ദേഹം തെക്കൻ ചിട്ടയുടെ പ്രയോക്താവായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പ്രധാനമായും കേരളത്തിൽ 2 തരത്തിലുള്ള, ഒന്ന് തെക്കൻ ചിട്ടയും ഒന്ന് വടക്കൻ ചിട്ടയുമാണ്. വടക്കൻ ചിട്ടയെ ആസ്പദമാക്കി ആണ് കേരള കലാമണ്ഡലത്തിൽ കഥകളി പഠിപ്പിച്ചു വന്നിരുന്നത്. 1968 MK സാറ് കേരള കലാമണ്ഡലം ചെയർമാനായി വന്ന സമയത്ത് മുതലാണ് അവിടെ ഒരു തെക്കൻ കളരി ആരംഭിച്ചത്. അന്നു മുതൽ അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു. 9 വർഷത്തെ സേവനത്തിന് ശേഷമാണ് അദ്ദേഹം നമ്മുടെ പകൽക്കുറി സ്ഥാപിച്ച കലാഭാരതിയിൽ വന്നെത്തിയത്. അങ്ങനെ പകൽക്കുറിയുമായിട്ട് 40 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ഈ കലാജീവിതവുമായിട്ടുള്ള ബന്ധം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്മരണ എക്കാലവും നിലനിർത്തണമെന്നുള്ള ആഗ്രഹത്താൽ കഥകളി ആസ്വാദകരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും മറ്റ് പൊതുജനങ്ങളും ചേർന്നിട്ട് രൂപീകരിച്ചതാണ് പത്മഭൂഷൺ മടവൂർ വാസുദേവൻ നായർ ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ്റെ കീഴിൽ യുവ കലാകാരന്മാരെ പരിപോഷിപ്പിക്കുന്നതോടൊപ്പം എല്ലാ വർഷവും പ്രധാനപ്പെട്ട ഒരു കഥകളി നടന് അല്ലെങ്കിൽ ഒരു കഥകളി കലാകാരന് നമ്മൾ ജയന്തി പുരസ്കാരം നൽകുന്നുണ്ട്. 15,000 രൂപയും പ്രശസ്തി പത്രവും ഫലവും അടങ്ങുന്നതാണ് നമ്മുടെ അദ്ദേഹത്തിന് നൽകുന്ന ഈ കലാകാരന് നൽകുന്ന അവാർഡ്. അപ്പോൾ ജയന്തി പുരസ്കാരം എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. 6ാമത് ജയന്തി പുരസ്കാരമാണ് ഈ പറയുന്ന ഏപ്രിൽ 7-ന് അദ്ദേഹത്തിന് നൽകുന്നത്. പകൽക്കുറിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഏകദേശം 1.5 ഏക്കർ സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന വിപുലമായ 2 ക്യാമ്പസുകളുടെ ഉള്ളതാണ് കലാഭാരതി. ആ കലാഭാരതി ക്യാമ്പസിനുള്ളിൽ തന്നെ പത്മഭൂഷൺ മടവൂർ വാസുദേവൻ നായർ സ്മാരക ചൊല്ലിയാട്ട കളരി എന്നൊരു ഹാൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ ഹാളിൽ വെച്ചാണ് ഈ വർഷത്തെ ഈ അവാർഡ് ദാനം നൽകുന്നത്. ഈ അവാർഡ് നൽകുന്നത് കഥകളി പ്രേമിയും അഡീഷണൽ DHSും പിന്നെ മുൻ കൊല്ലം കഥകളി ക്ലബിൻ്റെ പ്രസിഡന്റും ആയിരുന്ന ഡോക്ടർ SR രാജഗോപാലനാണ് നൽകുന്നത്. ഈ പാരിതോഷികം നൽകുന്നത് പത്മഭൂഷൺ മടവൂർ വാസുദേവൻ നായർ ആശാന്റെ സഹധർമ്മിണി ശ്രീമതി സാവിത്രി അമ്മയാണ്. അവർ ഇപ്പോൾ താമസിക്കുന്ന കൊല്ലത്താണ്. അവർ വന്നാണ് ഇത് നൽകുന്നത്. അതിൻ്റെ പരിപാടിയുടെ നോട്ടീസിനോടൊപ്പം അടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവാർഡ് നൽകുന്നത് തലവടി അരവിന്ദൻ എന്ന് പറയുന്ന ഒരു കലാപ്രതിഭയ്ക്കാണ്. അദ്ദേഹം 82 വയസ്സ് പ്രായമുള്ള തലവടി അരവിന്ദൻ 1944 ജനിച്ചതിന് ശേഷം അവിടെ പാച്ചുവിള എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ കീഴിൽ കഥകളി അഭ്യസിപ്പിക്കുകയും അതിനുശേഷം RLV സ്കൂൾ ഓഫ് ആർട്സ് തൃപ്പൂണിത്തുറയിലെ RLV കഥകളി സ്കൂളിൽ അഭ്യാസം നടത്തുകയും അവിടെ കലാപ്രസിദ്ധനായ പത്മശ്രീ കലാമണ്ഡലം പിന്നെ കൃഷ്ണൻ നായരാശാൻ, കലാമണ്ഡലം കരുണാകരൻ നായരാശാൻ അവരുടെ കീഴിൽ വിദ്യ അഭ്യസിക്കുകയും അതിനുശേഷം കേരളത്തിൽ അങ്ങോളം വേദികളിലെല്ലാം എല്ലാ വേഷങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ആദ്യവസാന വേഷക്കാരനായി പ്രശോഭിക്കുകയും ചെയ്ത അദ്ദേഹം ഇന്ന് അവസ്ഥയാണെങ്കിൽ തന്നെയും ഒരുമാതിരിപ്പെട്ട വേഷങ്ങളെല്ലാം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹം എല്ലാ വേഷങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ചുവന്ന താടിയിലും കരിവേഷങ്ങളിലുമാണ് അദ്ദേഹം ഏറ്റവും പ്രധാനമായി പിന്നെ പ്രകടനം കാഴ്ചവെച്ച് വരുന്നത്. അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് തിരുവല്ലയിലാണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് നമ്മൾ ഈ വർഷം, അദ്ദേഹം ഏകദേശം മടവൂരാശാന്റെ സമകാലീനും മടവൂരാശാനോടൊപ്പം മടവൂരാശാൻ എവിടെയൊക്കെ ദുര്യോധന വേഷം കെട്ടിയിട്ടുണ്ടോ അവിടെയെല്ലാം ദുശാസനായും അതുപോലെ തന്നെ ത്രികൃത്തനായും കരിവേഷങ്ങളായും കാട്ടാളനായും ഒക്കെയുള്ള വേഷങ്ങൾ കെട്ടി ജനങ്ങളുടെ മനസ്സ് കവരാൻ പ്രാപ്തിയുള്ള ആ കലാകാരൻ ഇന്ന് അവശതയാണെങ്കിൽ പോലും ഇന്നും അദ്ദേഹം കലാരംഗത്ത് സജീവമാണ്. അദ്ദേഹത്തിനാണ് നമ്മൾ അവാർഡ് നൽകുന്നത്. എല്ലാവരും